ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 82, ലിപിയില്ലാത്തൊരു ഭാഷ. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. ഒരു പട്ടാളക്കാരൻ മുറിവേറ്റ് കിടക്കുന്നത് കണ്ട് ഒരു പാസ്റ്റർ അങ്ങോട്ട് ചെന്നു. ഞാൻ കുറേ വചനങ്ങൾ വായിക്കട്ടെ? പാസ്റ്റർ ചോദിച്ചു. എനിക്കല്പം വെള്ളം തരുമോ? പട്ടാളക്കാരൻ ചോദിച്ചു. തുടർന്ന് അയാൾ തലയ്ക്ക് കീഴേ വെക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. പുതയ്ക്കാൻ എന്തെങ്കിലും തരുമോ എന്നും ചോദിച്ചു. ഇതെല്ലാം കിട്ടിയപ്പോഴെങ്കിലും ബൈബിൾ വായിക്കാൻ പറയുമെന്ന് പാസ്റ്റർ കരുതി. പക്ഷെ പട്ടാളക്കാരൻ ആവശ്യപ്പെട്ടത് ഇയാൾ എനിക്ക് ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കൂ, കേൾക്കാൻ താല്പര്യമുണ്ടെന്നാണ്. ദയ കൈപ്പറ്റിയിട്ടുള്ളവർക്കുള്ള ഒരു വലിയ പോരായ്മയാണത്. അത് പലിശ സഹിതം മടക്കി കൊടുക്കാൻ തോന്നുമെന്നത്. അവിടെ പ്രതിഫലേച്ഛ എന്നൊന്ന് കാണുകയേയില്ല. 1929 മുതൽ 1939 വരെ അമേരിക്ക വലിയ ക്ഷാമവും ദാരിദ്ര്യവുമൊക്കെ അനുഭവിച്ച കാലമാണ്. അന്ന് കഷ്ടത അനുഭവിക്കുന്നവർക്ക് സഹായം നൽകാൻ സർക്കാർ ഏജൻറ്റുമാരെ നിയോഗിച്ചു. അതിലൊരാൾ വളരെ അകലെ ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധയ്ക്ക് സഹായം നൽകിയ കഥ പ്രസിദ്ധം. കോരി എന്ന് പേര് വിളിക്കാൻ മാത്രമുള്ളതേ അവർക്കുണ്ടായിരുന്നുള്ളൂ. വലിയ ബുദ്ധിമുട്ടുകൾക്കിടയിലും ജീവൻ നിലനിർത്താൻ വേണ്ട സഹായം അവർക്ക് ലഭിച്ചിരുന്നു. ഏജൻ്റ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് $200 കിട്ടിയാൽ അതുകൊണ്ട് എന്തു ചെയ്യും? ഉടൻ വന്ന ഉത്തരം, ഇല്ലാത്തവർക്ക് കൊടുക്കും. ഇന്നത്തെ ഗുരുക്കന്മാരും ദയയെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് മിക്കതും ഞാനും നീയുമുള്ള തരം ദയയുടെ വകഭേദങ്ങളെ പറ്റിയാണ്. ഞാനും നീയും ഒന്നുചേരുന്ന തരം ഒരു സഹാനുഭൂതിയുടെ തലമാണ് ഉണ്ടാവേണ്ടത്. വ്യത്യാസം കടലോളമുണ്ട്. 2021 പ്രകൃതിക്ഷോഭ ദിവസങ്ങളിൽ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ കൂട്ടുകല്ലും കൊക്കയാറിലുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരുടെ കഥകൾ കേട്ടിട്ടില്ലേ? സമയത്ത് ഭക്ഷണം കഴിച്ചൊന്നും ആയിരുന്നില്ല. ഇരുട്ടിയിട്ട് നീണ്ട അവരുടെ സേവനം. എല്ലായിടങ്ങളിലുമുണ്ട് ഇത്തരം ആളുകൾ. ഒരു ഭംഗിവാക്ക് പോലും മിക്കവരോടും നാം പറയാറുമില്ല. ഇടയ്ക്കിടെ അല്പസ്വല്പം വെള്ളമൊഴിച്ച് നനച്ചു കൊടുത്താലല്ലേ അവരിലെ അതിരുകളില്ലാത്ത സഹാനുഭൂതിയെ വളർത്തിയെടുക്കാൻ കഴിയൂ. അതാരാണ് ചെയ്യേണ്ടത്? നാം തന്നെയല്ലേ? ഒരിക്കൽ പട്ടിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഒരു കടയിലേക്ക് ഒരു പയ്യൻ കയറി വന്നു. കടക്കാരൻ വിളിച്ചപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും വന്നു. അവസാനം വന്ന പട്ടിക്കുഞ്ഞ് ഞൊണ്ടിയാണ് നടന്നിരുന്നത്. ആ കുഞ്ഞിന് എന്ത് പറ്റി? കുട്ടി ചോദിച്ചു. അത് ജന്മന അങ്ങനെയാണ്, അതിനൊരിക്കലും മറ്റുള്ളവയെ പോലെ ഓടാൻ കഴിയില്ല. കടക്കാരൻ പറഞ്ഞു. അതിനെയാണ് എനിക്ക് വേണ്ടത്. കുട്ടി പറഞ്ഞു. അതിശയിച്ചു നിന്ന വീട്ടുകാരനെ ആ കുട്ടി അവൻ്റെ കാലിലെ തുണി ഉയർത്തി തൻ്റെ കൃത്രിമക്കാൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ പട്ടിക്കുട്ടിക്ക് അതിനെ മനസ്സിലാക്കുന്ന ഒരാളെയാണ് ആവശ്യം. പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് സഹാനുഭൂതി വിടർന്ന് സൗരഭ്യം പൊഴിക്കുന്നത്. അത് നൽകുന്ന സന്തോഷം അവാച്യമാണ്. സഹാനുഭൂതി നമുക്ക് സൃഷ്ടിക്കുകയും എളുപ്പമല്ല, അതുണ്ടായിക്കഴിഞ്ഞാൽ നശിപ്പിക്കുകയും എളുപ്പമല്ല. ഡോക്ടർ നോർമൻ വിൻസെൻ്റ് പീൽ എന്ന് കേട്ടിട്ടില്ലാത്തവർ ചുരുങ്ങും. പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റി ധാരാളം എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു സംഭവകഥ പറയുണ്ടായി. 1897 ആദ്യം വില്യം മക്കിൻലെ അമേരിക്കൻ പ്രസിഡൻ്റായി മത്സരിക്കുന്ന കാലം. അദ്ദേഹത്തെ എതിർക്കുന്ന വിഭാഗത്തിൻ്റെ പത്രക്കാരും അവരുടെ പ്രതിനിധിയെ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന ട്രെയിനിൽ അയച്ചിരുന്നു. ഇത് മക്കിൻലേക്കും അറിയുകയും ചെയ്യുമായിരുന്നു. ഒരു തണുത്തുറഞ്ഞ ദിവസം ഈ റിപ്പോർട്ടർ ട്രെയിനിൽ കിടന്നുറങ്ങിപ്പോയി. യാദൃശ്ചികമായി അതുവഴി വന്ന മക്കിൻലെ തൻ്റെ കോട്ടൂരി ഈ പത്രപ്രതിനിധിയെ പൊതിപ്പിച്ചു. ഉണർന്നപ്പോൾ കാര്യം മനസ്സിലായ ആ പ്രതിനിധി അന്ന് തന്നെ ജോലി രാജിവെച്ചു. മക്കിൻലേക്കെതിരെ ഒരക്ഷരമെങ്കിലും എഴുതാനുള്ള ശക്തി ആ ഒരൊറ്റ സംഭവം കൊണ്ട് അയാളിൽ നിന്ന് ചോർന്നു പോയിരുന്നു. മാർക്ക് ട്വെയിൻ ദയയെപ്പറ്റി പറയുന്നത് അന്ധൻ കാണുകയും ബധിരൻ കേൾക്കുകയും ചെയ്യുന്ന ഭാഷ എന്നാണ്. ഈ ഭാഷ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരാണ് ഇന്നിൻ്റെ ആവശ്യം. നന്ദി. വീണ്ടും കാണാം.